എന്താ മോനെ നല്ല പേരുണ്ടാ പാപ്പ വൈദ്യരെ വിളിച്ചിട്ടുണ്ട് വൈദ്യര് ഇപ്പം വരുവേ വൈദ്യരാണ്ട ആ വൈദ്യരാന്ന് തോന്നുന്നു കേട്ടാ പാപ്പ നോക്കട്ടെ കേട്ടാ ഇതൊക്കെ തടി കൊടുത്ത വൈദ്യരാണി കൊടുത്ത വേ നോക്കട്ടെ ആ വൈദ്യരാ വാ അകത്താന്ന് വാ വൈ വേദനയാ എന്താ മോനെ പേര് പറഞ്ഞോട് പോനെ മോനെ പേരെന്തേ മോനെന്ത് തിന്നേ രാവിലെ മുട്ടായിയാ മോനെ സ്കൂളിന്റെ അടുത്ത് പോലും മുട്ടായും തിന്നാണി പാടില്ല കേട്ടാ മയക്ക് സാധനയിലുണ്ട് മുട്ടായി തിന്നണ്ടേ മോൻ പുളി തിന്നിനാ രാവിലെ പുളിയും തിന്നിനല്ലേ എല്ലാം പോകണ്ട അങ്ങ് വാ അരീഷൻ തരാം കേട്ടാ ശരി ആശാനെ എല്ലാ ആശാനെ ആ ചെക്ക പുളി തിന്നിട്ട് ആ വയറുവേദന വന്നത് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? നമ്മൾ ഏത് രോഗിൻ്റെ അടുത്ത് പോയാലും അവർ കിടക്കുന്ന കട്ടിലും പരിസരത്തിലും നമ്മൾ നല്ലോണം വീക്ഷിക്കണം. ആ വീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചക്കൻ കിടന്ന കട്ടിലിൻ്റെ ഇടയിൽ പുളി കണ്ടില്ല. നീ കണ്ടില്ല? ഇല്ല. പുളി ചക്ക തിന്നതിൻ്റെ കഷ്ടാലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു അടി അടിച്ചാൽ നമുക്ക് ചക്ക സമ്മതിക്കുകയും ചെയ്ത്. അപ്പൊ നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാല് എവിടെ എത്തിയാലും രോഗി കിടക്കുന്നതിന്റെ കട്ടിലും പരിസരത്തിലും ഒന്ന് വീക്ഷിക്കാം. വീക്ഷിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും. ഇത് വെച്ചിട്ട് ചില ചുട്ടി വിധി നമുക്ക് എടുക്കാം. പിന്നെ നമ്മളെ പോരക്ക് ആളായി കാറായി നമുക്ക് പിടിയും വലിയും തന്നെ പുളിക്കുടിക്ക് വൈദ്യരെ വിളിക്ക് എനിക്ക് നല്ല വേദന ഫോൺ ചെയ്തോട്ടെ വൈദ്യരാ. ഫോൺ എടുക്കാനൊന്നുമില്ല പോയി ആരോ നോക്കട്ടെ. ഹലോ ഹലോ വൈദ്യരല്ലേ? വൈദ്യരല്ല, ശിഷ്യനാണ്. എവിടെയാ പോയിന്? വൈദ്യരാ രാവിലെ തന്നെ ഒരാള് വന്ന് കൂട്ടിട്ട് പോയി. ഭയങ്കര വയറുവേദന. നമ്മൾ ഏത് രോഗിൻ്റെ അടുത്ത് പോയാലും അവർ കിടക്കുന്ന കട്ടിലും പരിസരത്തിലും നമ്മൾ നല്ലോണം വീക്ഷിക്കണം. വയറുവേദന ഞാൻ വരാം. താവക്കര തുന്നപ്പിടിന്റെ വേക്കില് ആ സ്ഥലം എനിക്കറിയാം. ഞാൻ അവിടെ എത്തിക്കോളൂ. ശരി, ഓക്കെ. അതാ ഒരു കാര്യം, ഇപ്പൊ വൈദ്യുതിപ്പം വരും. കിടക്ക് വാ, ആളിപ്പൊ കിടക്ക് വാ, ആളെ കിടക്ക്. ഇപ്പം വരും, വൈദ്യുതിപ്പം വരും. കിടക്ക് ഇപ്പൊ വൈദ്യുതിപ്പം വരുവേ.
നിങ്ങള് വൈദ്യരെ ഓ ഉള്ളിലാണ് കസല എടുത്തിട്ട് വരാം. എന്താ കഴിച്ചേ? എത്ര മണിക്ക് കഴിച്ചേ? വേലുണ്ട് അതാണ് വേല. വൈദ്യരോട് കളവറിയറേ. ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ കഴിച്ചിട്ടില്ല. ഊച്ചത്തിട്ട കഴിച്ചിട്ടല്ല. വൈദ്യരെ